നമ്മൾ കുറച്ച് താറാമുട്ടയും ഉരുളക്കിഴങ്ങും കൂടാണ് നമ്മൾ കറി വെക്കാൻ പോകുന്നത്. ഇത് രണ്ടും നമ്മൾ ഒരുമിച്ച് ഒന്ന് പുഴുങ്ങിയെടുക്കാൻ പോവുകയാണ്. എല്ലാം വലിയ കിഴങ്ങായ കാരണം ഞാൻ മുറിച്ചിട്ടേക്കാണ്. വെള്ളം ഒഴിച്ച് കൊടുക്കാം. മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് പുഴുങ്ങിയെടുക്കാം. സ്റ്റൗ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മുട്ട വെന്തിട്ടുണ്ട്. നമുക്ക് ഇറക്കി വയ്ക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ വറുത്തരച്ച കറിയാണ് വെക്കുന്നത്. വറുത്തരച്ച് കറി വയ്ക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു 2 ദിവസം ഇരുന്നാലും നമുക്കത് കേട് വരില്ല. മുട്ടക്കറിയൊക്കെ നമുക്ക് വേഗം കേട് വന്ന് പോകുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വറുത്തരച്ച് വെച്ച് കഴിഞ്ഞാൽ വേഗം കേട് വന്ന് പോവില്ല. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ച് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഇത് ഗരം മസാലയുടെ ജീരകമാണിത്. നമ്മുടെ തേങ്ങ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അധികം കരിഞ്ഞു പോകണ്ട. ഈ ഒരു ലെവലിൽ നമുക്ക് എടുത്താൽ മതി. മാറ്റി കൊടുക്കാം. നമുക്ക് ഇങ്ങനെ ഒന്ന് നിരത്തിയിട്ട് കൊടുത്താൽ പെട്ടെന്ന് ചൂടാറി കിട്ടും. ചൂടാറിയിട്ട് അരച്ചെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 2 കഷ്ണം കറുകപ്പട്ടയും 2 കഷ്ണം തക്കോലവും ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. സവോള ചേർത്ത് കൊടുക്കാം. നമ്മൾ 2 ചെറിയ സവോളയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ തേങ്ങ വറുത്ത ചട്ടിയിൽ തന്നെയാണ് നമ്മൾ കറി വയ്ക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണാമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോ. നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു നഷ്ടം വരാനില്ല. എന്തായാലും വീഡിയോ കാണുന്നില്ലേ, അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യുക. നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടും. പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. തീ കുറച്ചിട്ടിട്ട് വേണം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാൻ. നമുക്ക് ഈ തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മൾ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളി ചേർത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് ഇതിന് തേങ്ങ നമ്മൾ വറുത്തരച്ചത് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ വറുത്തരച്ച തേങ്ങയായ കാരണം അധികമൊന്നും വഴറ്റണ്ട. നമ്മൾ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് സാധാരണ മുട്ടക്കറി വയ്ക്കുമ്പോൾ ആൾക്കാർ പറഞ്ഞാൽ മുട്ടക്കറിക്കൊന്നും ടേസ്റ്റ് ഇല്ല. നമ്മളതിൽ ചേർക്കുന്ന ചേരുവ നമ്മളെങ്ങനെ നമ്മൾ അതിൽ മസാലകൾ ചേർക്കുന്നു എന്നുള്ളത് അതുകൊണ്ടാണ്. അതിനനുസരിച്ചാണ് നമ്മുടെ കറിക്ക് ടേസ്റ്റ് വരുന്നത്. മുട്ടക്കറി നല്ല ടേസ്റ്റാണ്. മുട്ടക്കറി വെച്ചിട്ട് അപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കരുത്. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അതിൻ്റെ ഉപ്പും പുളിയൊക്കെ പിടിച്ച് വളരെ ടേസ്റ്റായിട്ട് മാറും കറി. നമുക്ക് ഭയങ്കര ടേസ്റ്റായിട്ട് കഴിക്കുകയും ചെയ്യാം. മീൻ കറിയെക്കാട്ടിയും ടേസ്റ്റ് ഉണ്ടാവും അതിന്. അത്ര ടേസ്റ്റാണ് മുട്ടക്കറിക്ക്. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ മുട്ടയൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട്. പൊളിച്ച് ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് എപ്പോഴും നമ്മൾ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഇത് രണ്ടും കൂടി പുഴുങ്ങിയെടുക്കാൻ. മുട്ടയെ നന്നായിട്ട് കഴുകണം. എന്നിട്ട് വേണം ഒരുമിച്ചിട്ട് പുഴുങ്ങിയെടുക്കാനായിട്ട്.
തുറന്ന് നോക്കാം. കറി നല്ല തിളച്ച് റെഡിയായിട്ട് കിടക്കുകയാണ്. നമുക്കിനി മുട്ട ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം. മുട്ട നമ്മൾ വരഞ്ഞിട്ട് വേണം ഇടാൻ. വരഞ്ഞിട്ടിടുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉപ്പും പുളിയൊക്കെ അതിൽ പിടിക്കും. അതെ, ഇതിങ്ങനെ വെച്ചിട്ട് കണ്ട ഇങ്ങനെ ഒരു 3-4 വര അങ്ങോട്ട് കൊടുക്കാം. 3-4 ഇങ്ങനെ റൗണ്ടായിട്ട് ഇത്രയും വര കൊടുത്തു കഴിഞ്ഞാൽ അതിൽ പെട്ടെന്ന് ഉപ്പും പുളിയും പിടിച്ച് വരും. നമുക്ക് എല്ലാം ഞാൻ വരഞ്ഞ് വെച്ചിരിക്കുകയാണ്, ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവാണ്. ഇളക്കി കൊടുക്കാം. നമുക്ക് ഒന്നും കൂടി ഒന്ന് കുറുകി വരട്ടെ. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഗരം മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഇങ്ങനെ ഒരു മുട്ട 1-2 മുട്ട ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. ഇത് താറാമുട്ടയാണ് ഏറ്റവും നല്ലത് നമുക്ക്. അത് നമ്മളൊരു മുട്ടയൊക്കെ ദിവസം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ താറാമുട്ട ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള കറി വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ ലൈക്കും ഷെയറും ഫോളോയും ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു. കൂട്ടുകാരെ, മുട്ടയും ഉരുളക്കിഴങ്ങും കൊണ്ടുള്ള കറി നിങ്ങൾക്ക് ഫുള്ളായിട്ട് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഷെൽവീസ് കിച്ചൻ എന്ന പേജാണ്. അതുപോലെ നമുക്ക് യൂട്യൂബ് ചാനലുണ്ട്. അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ ബൈ.